കേൾക്കണാണോ അതോ ബാക്കി കൂടെ കേൾക്കണോ? കേൾക്കാൻ തന്നെ. ഇന്നത്തെ ടോപ്പിക്കാണ് പാലിയേറ്റീവ് കെയറിന്റെ എത്തിക്കൽ ഡയമെൻഷൻ എന്തൊക്കെയാണ്. പാലിയേറ്റീവ് കെയർ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ, ഒരു വളരെ കോമൺ വേർഡായിരിക്കും പാലിയേറ്റീവ് കെയർ. എന്നാൽ എസെൻഷ്യലി ഒരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മെഡിസിൻ പാലിയേറ്റീവ് കെയറിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നുണ്ടെന്ന് പറയുന്നത് നന്നാണെന്ന് തോന്നുന്നു. പിന്നെ മെയിൻ സ്ട്രീം മെഡിസിൻ പലപ്പോഴും ഡിസീസ് ഫോക്കസ്ഡ് ആണ്, ഓരോ അസുഖങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. നേരെ മറിച്ച് പാലിയേറ്റീവ് കെയർ എയിം ചെയ്യുന്നത് ആ രോഗിയുടെ ഇൽനെസ് എക്സ്പീരിയൻസിനെ അഡ്രസ് ചെയ്യാനാണ്. അതാണ് ഒരു വ്യത്യാസം. ഒരു എല്ലാ രോഗികൾക്കും ഒരു ഇൽനെസ് എക്സ്പീരിയൻസ് ആണ്. സാധാരണ മെയിൻ സ്ട്രീം മെഡിസിനിൽ ഡോക്ടർമാർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡിസീസിലേക്ക് ആയിട്ട് എന്താ പറയുക ലിങ്ക് ചെയ്യും, ആ ഡിസീസിനെ അഡ്രസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാം. ഡിസീസാണ് ഇൽനെസ് എക്സ്പീരിയൻസിന് കാരണം, അപ്പോൾ ഡിസീസ് മാറ്റിയാൽ ഇൽനെസ് എക്സ്പീരിയൻസ് മാറിക്കോളും എന്നുള്ളൊരു വൺ ടു വൺ ഒരു ലോജിക്കാണ്. അപ്പം അതിന് ലോജിക്കലായിട്ട് തോന്നിയെങ്കിലും അത്ര ലോജിക്കൽ അല്ല. കാരണം എന്താ വെച്ചാൽ ഒരാളുടെ ഇൽനെസ് എക്സ്പീരിയൻസിന് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ഡിസീസ് മാത്രം മതിയാവില്ല എന്നാണ്. അപ്പോൾ രണ്ട് ദോഷങ്ങളുണ്ടാവും. ഒന്നുകിൽ ഒരു ദോഷം എന്ന് വെച്ചാൽ ഇൽനെസ് മാറ്റാൻ ഡിസീസ് മാറ്റാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ ഡോക്ടർക്ക് രോഗികളുടെ താല്പര്യം നഷ്ടപ്പെടും. കാരണം ഡിസീസിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ഡിസീസ് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ്റെ പോയിക്കോളെന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ രോഗിയെ ഉപേക്ഷിക്കുന്ന സ്ഥിതി വരും. വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ ഈ ഇൽനെസ് ഉണ്ടാക്കുന്ന ഒരുപാട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് സഫറിംഗ് എന്ന് പറയുന്നത് അതിനോടൊക്കെ ഒരു ഉദാസീനമായ മനോഭാവമാണ് ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേദന ഉണ്ട്, വേദന ഡിസീസിന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. ഡിസീസ് മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഡിസീസ് മാറുമ്പോൾ വേദന മാറിക്കോളും എന്ന നിലയ്ക്കുള്ള ഒരു ഉദാസീനമായ മനോഭാവം. ഇപ്പോൾ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്, അതൊക്കെ ഡിസീസിന് ഉണ്ടാവില്ല. ഡിസീസ് മാറ്റാനാണല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അതിനായിട്ട് പ്രത്യേകം ഒന്നും ചെയ്യില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് അൺറിലീവ്ഡ് ഹെൽത്ത് റിലേറ്റഡ് സഫറിംഗിലേക്ക് മാറും. അപ്പൊ പാലിയേറ്റീവ് കെയർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡിസീസ് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാം, അത് ചെയ്യാം. പക്ഷെ അതിന്റെ കൂടെ തന്നെ ആ ഇൽനെസ് എക്സ്പീരിയൻസിന്റെ എല്ലാ മേഖലകളെയും, ഫിസിക്കലായിരിക്കാം, സൈക്കോളജിക്കലായിരിക്കാം, സോഷ്യലായിരിക്കാം, ഈവൻ സ്പിരിച്വലായിരിക്കാം, അതിനെ മുഴുവൻ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയർ. ഇത്രയാണ് പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഒരു എത്തിക്കൽ ഡയമെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ പലപ്പോഴും ഡിസീസിനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചൊക്കെ നമുക്കുള്ള പൊതുധാരണയുണ്ട്. രോഗി പരിചരണം എന്താണ് മെഡിസിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണെന്നതിനെ പറ്റിയിട്ട് നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്. പക്ഷെ അതിലൊക്കെ എല്ലാവരും വിചാരിച്ചു വയ്ക്കുന്നത് എന്താണ്, ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് മെഡിസിൻ ഇസ് ടു പ്രിസർവ് ലൈഫ് അറ്റ് എനി കോസ്റ്റ്. The ultimate goal of medicine is to preserve life at any cost. ഇത് എപ്പോഴും നടന്നോളുന്നില്ല. കാരണം അങ്ങനെയാണ് കാര്യം മരിക്കാൻ പാടില്ല. ആൾക്കാർ സ്വാഭാവികമായിട്ട് മരിച്ചു പോകുന്നുണ്ട്. കുറെ മരണങ്ങൾ നമ്മൾ കൃത്യമായിട്ടുള്ള ചികിത്സ കൊണ്ടൊക്കെ ഒഴിവാക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ചില ഘട്ടങ്ങളിൽ ചില ഓർഗൻസിന്റെ ഒക്കെ ഡാമേജ് ഇറിവേഴ്സിബിൾ ആയി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആയുസ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. കോസ്റ്റ് എന്നുള്ളത് ഇമ്പോസിബിൾ ആവുന്ന ഒരു ഘട്ടത്തിൽ. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് റിസർവ് ലൈഫ് അറ്റ് എനി കോസ്റ്റ് എന്നായിരിക്കും നമ്മൾ ലൈഫ് സസ്റ്റൈനിങ് ട്രീറ്റ്മെന്റ് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? രോഗി വളരെ ഒരുപാട് സഫറിങ് അനുഭവിച്ച് വളരെ അൺഡിഗ്നിഫൈഡ് ആയിട്ട് കാലത്തിലേക്ക് പോകും. ഇത് നമ്മൾ ഒരിക്കലും പാലിയേറ്റീവ് കെയറിന്റെ ഒരു സ്പിരിറ്റിന് ചേർന്ന കാര്യമാണ്. അവിടെ നമുക്ക് റിസർവ് ലൈഫ് അറ്റ് എനി കോസ്റ്റ് എന്നുള്ളതിനെ ആ ലക്ഷ്യത്തിനൊന്ന് റീഡിഫൈൻ ചെയ്തിട്ട് പ്രൊവൈഡ് കംഫർട്ട് ഇൻ ലൈഫ് എന്നുള്ളതിനേക്ക് മാറ്റം. ഈ ഒരു എന്താ പറയുക, ഒരു ചികിത്സയുടെ ലക്ഷ്യത്തിലുള്ള ഒരു മാറ്റം ഉണ്ട്. ഇതെങ്ങനെ നമ്മൾ നടപ്പാക്കും? അതുമാണ് ചുറ്റിപ്പറ്റിയുള്ള എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഞാൻ ഒരു 3 മണിക്കൂർ അത്രയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി നമുക്കൊരു 5 മിനിറ്റ് ഡിസ്കസ് ചെയ്യാം.
ചികിത്സന്റെ ഒരു കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? റെസ്പെക്ട് പേഷ്യൻസ് ഓട്ടോണമി, ബെനിഫിഷൻസ്, നോൺ മാലിഫിസൻസ്, ജസ്റ്റിസ്. ഇതാണ് 4 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ളത്. ഇതിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചാലും വാസ്തവത്തിൽ ഇതിന്റെ ഒരു മെഡിക്കൽ എത്തിക്സിന്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് നോൺ മാലിഫിസൻസ് എന്നാണ്. ഡു നോ ഹാം. അത് ഈ ഗ്രീക്ക് പണിയാളന്മാർക്ക്, ക്രാഫ്റ്റ്മാൻമാർക്ക് കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. നിങ്ങളുടെ ഈ പണിത്തരത്തിന്റെ ചോദ്യം ചെയ്ത് മനസ്സിലാക്കിയിട്ട് പണിയെടുക്കണം. ഇനി പണിത്തരം ചെയ്ത് അതൊരു മഹാഭാവം, വലിയ ഭാവമാണ്. അതുകൊണ്ട് പണിത്തരം കേടരുത്. അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ, ഡു നോ ഹാം. അതാണ് രോഗികളുടെ കാര്യത്തിൽ അവർക്കൊരു ദോഷം വരാൻ പാടില്ല. ചെയ്യുന്നത് എന്ത് ചെയ്താലും അത് രോഗിക്ക് ദോഷമാകുന്നത്. അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നല്ലവനായ സമരീകാരുടെ കഥയൊക്കെ കേൾക്കാൻ തുടങ്ങി. ഇങ്ങനെ നമ്മൾ നന്മ ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി. ആ നിലയ്ക്കുന്ന നമ്മുടെ രോഗികൾക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് രോഗിയുടെ നന്മയ്ക്കായിരിക്കണം. അതൊരു അതാണ് ഗുഡ് എന്നുള്ളത്, ബെനിഫിഷ്യൻസ് ആണ്. ഞാനൊരു ക്ലാസ്സിലാണ് അതാണ് ഡു ഗുഡ് എന്നുള്ള നമ്മൾ നന്മ ചെയ്യണം. അതിനൊക്കെ ശേഷം നമ്മൾ ഓട്ടോണമി എന്നുള്ള കൺസെപ്റ്റ്, ഓട്ടോണമി ഉണ്ട്, നേരത്തെ തന്നെ ഉണ്ട് ഓട്ടോണമി എന്നുള്ള ഒരു കാര്യം. പക്ഷേ മെഡിക്കൽ ഫീൽഡിൽ അതൊരു വലിയൊരു ഓവർ റൈഡിങ് പ്രിൻസിപ്പിൾ ഓഫ് മെഡിക്കൽ എത്തിക്സ് ആയി മാറിയത് വാസ്തവത്തിൽ വേൾഡ് വാറിന് ശേഷമാണ്. വേൾഡ് വാറിന്റെ ആ അനുഭവത്തിൽ കൂടെ കടന്നു വന്നതോടുകൂടി ഹ്യൂമാനിറ്റി നമ്മളെല്ലാവരും കൂടി തീരുമാനമെടുത്ത ഒരു വലിയൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റ്സിനെയും ഡെമോക്രാറ്റൈസ് ചെയ്യാനാണ്. അതാണ് ഏറ്റവും നമുക്ക് ഇതിനൊക്കെ ഉള്ള പരിഹാരം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകളും ഡെമോക്രറ്റൈസ് ചെയ്യാനാണ്, ജനാധിപത്യവൽക്കരിക്കുന്നത്. അങ്ങനെ വൈദ്യശാസ്ത്രത്തിനെ ഏതാണ്ട് ജനാധിപത്യവൽക്കരിച്ചതിന്റെ ഒരു ഭാഗമാണ് ഈ ഓട്ടോണമി എന്ന കൺസെപ്റ്റ്. ഇത്രയും പ്രകടമായത് മെഡിക്കൽ എത്തിക്സിന്റെ ഒരു ഭാഗമാണ്. അതായത് രോഗിക്ക് ചില അവകാശങ്ങളുണ്ട്. രോഗിക്ക് കാര്യങ്ങളെക്കുറിച്ച് സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അതിന് രോഗം എന്താണെന്ന് അറിയാനുള്ള അവകാശമുണ്ട്. രോഗത്തിനുള്ള ചികിത്സ എന്താണെന്ന് അറിയാനുള്ള അവകാശമുണ്ട്. ഈ ചികിത്സയുടെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഈ ചികിത്സ ചെയ്താലുള്ള ഗുണം എത്രത്തോളമുണ്ട്, ചികിത്സ ചെയ്തില്ലെങ്കിൽ ദോഷം എത്രത്തോളമുണ്ട്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചികിത്സ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം. ഇതാണ് ഓട്ടോണമിന്ന് റെസ്പെക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഓട്ടോണമി. പിന്നെ ജസ്റ്റിസ്. ജസ്റ്റിസ് എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, ആവശ്യമാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ ഇങ്ങനെ പരിമിതമായ വിഭവങ്ങളെ നീതിയുക്തമായ എല്ലാവരിലേക്കും എത്തിക്കാം. അതൊരു എത്തിക്കൽ പ്രിൻസിപ്പിളാണ്. അതാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇതാണ് കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് മെഡിക്കൽ എത്തിക്സ്. ഇത് ഒരു 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 ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. നമ്മളൊരു രോഗിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു റെഫറൻസിൽ വെച്ചിട്ടാണ്. ഇത് ചെയ്യുന്നതുകൊണ്ട് രോഗിക്കുള്ള ദോഷം ഉണ്ടാകും, ഇത് ചെയ്യുക വഴി ഗുണം വല്ലതും ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ എത്രത്തോളം രോഗിയുടെ താല്പര്യങ്ങൾ നമ്മൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ഈ രോഗി ചെയ്യുക വഴി അത് മറ്റുള്ളവരുടെ ആരെങ്കിലും അവസരം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും ഞാൻ നമ്മൾ ചെയ്യുന്നത് ശരിയാണ്. ഇതാണ് എത്തിക്സിന്റെ ഒരു ലക്ഷ്യം. പാലിയേറ്റീവ് കുറിച്ച് പറയുവാണ് അഫോർസ് ലൈഫ് ആൻഡ് റിഗാർഡ്സ് ഡൈയിങ് ആസ് എ നോർമൽ പ്രോസസ്. ഇതാണ് ഈ ഒരു ഡയലക്റ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ ഏറ്റവും അതിന്റെ സാന്നിധ്യം എല്ലാം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതേസമയം മരണം ഒരു സ്വാഭാവിക പ്രക്രിയയാണ്, പാർട്ട് ഓഫ് ലൈഫ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് സാധാരണ മെഡിസിൻ അങ്ങനെയല്ല. എപ്പോഴും മരണം എന്ന് പറഞ്ഞാൽ ഒരു തെറാപ്പറ്റിക് ഫെയിലിയർ എന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ അങ്ങനെയല്ലേ, ഇത് മരണം ഒരു സുനിശ്ചിതമായ കാര്യമാണ്, ജീവിതം പോലെ തന്നെ യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മരണം നേരത്തെയാക്കാനോ അല്ലെങ്കിൽ മരണം നീട്ടിക്കൊണ്ടുപോകാനോ ഉദ്ദേശിക്കുന്നില്ല. മരണം നേരത്തെയൊക്കെ നമ്മുടെ യൂത്തനേഷ്യയിലേക്ക് ദയാമതൊക്കെ അതിലൊക്കെ വരുന്നത് അതൊന്നും ചെയ്യുന്നില്ല. അതേസമയം എന്താണ് ഡൈയിങ് പ്രോസസ്സിന് നീട്ടിക്കൊണ്ടുപോകുന്ന അതും നമ്മൾ ചെയ്യുന്നില്ല. വരാണ്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം.
പ്രൊലോങ്ങിങ് ലൈഫ് എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എല്ലാവരുടെ ജീവിതത്തിൽ പ്രൊലോങ്ങിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ആ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഡൈയിങ് പ്രോസസ് പ്രൊലോങ്ങിക്കുകയാണെങ്കിൽ അതൊരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇതിനാണ് preserve life at any cost എന്നുള്ള മാറ്റി പ്രൊവൈഡ് കംഫർട്ട് ഇൻ ഡൈയിങ് എന്നുള്ളതിലേക്കായിട്ട് നമ്മളുടെ ആ വിഷൻ മാറ്റുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള കുറേ ചികിത്സകൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അതായത് പ്രൊലോങ്ങിങ് ലൈഫ് എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കേണ്ടി വരും. അതിനാണ് വിത്ഡ്രോയിങ് ഓർ വിത്ത്ഹോൾഡിങ് എന്ന് പറയുന്നത്. ഇപ്പൊ വെന്റിലേറ്റ് ചെയ്യുന്നവരാണ്. വെന്റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ അത് ചെയ്യേണ്ടി വരും. ഒരു യങ്സ്റ്ററൊക്കെയാണ്, നമുക്ക് ഒരുപാട് ബാഡി പ്രോസ്പെക്ട്സ് ഉള്ള ഒരു അവസ്ഥയിൽ നമ്മൾ വെന്റിലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകും. പക്ഷെ അത് ഈ ഒരു പർട്ടിക്കുലർ മനുഷ്യന് അത് ഒരു ഗുണം ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കണം. അതിനാണ് നമ്മൾ വിത്ത്ഹോൾഡ് എന്ന് പറയുന്നത്. നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ, പക്ഷെ നമുക്ക് കൊടുക്കുന്നില്ല, കാരണം അത് ദോഷമാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് വെന്റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഒരുപാട് ദുരിതങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരു ഗുണം ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതിനാണ് നമുക്ക് വിത്ഡ്രോയിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. വിത്ഡ്രോയിങ് ഓർ വിത്ത്ഹോൾഡിങ് ഫ്യൂട്ടൈൽ ട്രീറ്റ്മെന്റ്സ്. ഇത് രണ്ട് നമ്മളൊരു മോറൽ ഡിസ്റ്റിങ്ഷൻ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതിന് ഒരു വ്യത്യാസമുണ്ട് ശരിക്കും. വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്കൊക്കെ ഒരു ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ധാരണയുണ്ട്. നമ്മളുടെ ആക്ഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കൂടുതൽ പണിഷബിൾ ആയിട്ടുള്ളത്. ഒമിഷൻ അത്ര തന്നെ ഇല്ല എന്നുള്ളൊരു ഒരു തെറ്റായ ധാരണയാണ് വാസ്തവത്തിൽ. അത് കാരണം എന്ത് സംഭവിക്കും? ഈ ഫ്യൂട്ടൈൽ ട്രീറ്റ്മെന്റ്സ് നമ്മൾ വിത്ത്ഹോൾഡ് ചെയ്യുക, വിത്ഡ്രോ ചെയ്യുക എന്നുള്ളതിലേക്ക് വിത്ഡ്രോ ചെയ്യുക എന്നുള്ള ഇറ്റ്സ് എൻ കണ്ടീഷനാണ്, ആക്ഷനാണ്. വിത്ത്ഹോൾഡ് ചെയ്യുന്ന ഇറ്റ്സ് എൻ ഒമിഷൻ. അപ്പൊ അത് കാരണം എന്ത് സംഭവിക്കും? നമ്മൾ ആക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒമിഷനിലേക്ക് ആദ്യം തന്നെ പോകും ചിലപ്പോൾ. അതായത് ഈ പർട്ടിക്കുലർ ടൈമിൽ ചിലപ്പോൾ ഒരു വെന്റിലേഷൻ നന്നായിരിക്കും, ലേറ്റർ ടൈമിൽ അത് മറ്റേ വിത്ഡ്രോ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഒമിഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതേമാതിരി ഒരു ട്രീറ്റ്മെന്റ് ഒരു ഗുണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പായാലും അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യില്ല, കാരണം നമുക്ക് അതൊരു ആക്ഷൻ ആണെന്നുള്ള കാര്യം, കമ്മീഷൻ ആണെന്നുള്ള കാര്യം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിൽ രണ്ട് തമ്മിൽ മോറലി വ്യത്യാസമില്ല, വിത്ത്ഹോൾഡിങ് വിത്ഡ്രോയിങ് ട്രീറ്റ്മെന്റ്. എന്തിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ലിമിറ്റ് ചെയ്യുന്നത്, ഫ്യൂട്ടൈൽ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യണം എന്നൊരു ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. എന്തായാലും ഡയറ്റൊന്നും വെറുതെ നോക്കാമല്ലോ അല്ലേ, എന്തായാലും മരിച്ചു പോകണം, നമുക്ക് ഇതും കൂടെ ഒന്ന് ശ്രമിച്ചുകൂടെ എന്നുള്ളത് എനിക്കൊക്കെ മനസ്സിലുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതെന്താ കാരണം പറയുന്നത്? നോ ട്രീറ്റ്മെന്റ് ഈസ് 100% ഹാംലെസ്. ഒരു ചികിത്സയും 100% നിരുപദ്രവമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ ചികിത്സകൾക്കും കുറെ ബെനിഫിറ്റ് ഉണ്ട്, കുറച്ച് റിസ്ക്കും ബേർഡനും ഉണ്ട്. അതില്ലാത്തൊന്നുമില്ല. ഒരു ഡോക്ടറും ഒരു രോഗിയോടും പാരസെറ്റമോളാണ്, സേഫാണ്, 100% കഴിച്ചോളൂ അങ്ങനെ പറയുന്നൊരു പാരസെറ്റമോൾ പോലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതിനും വേണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ മനുഷ്യന് തയ്യാറുണ്ടാക്കിയേക്കാം. അതായത് എല്ലാത്തിനും കുറെ ഗുണങ്ങളുണ്ട്, കുറച്ച് ദോഷങ്ങളുണ്ട്. അതായത് ഗുണദോഷ സമ്മിശ്രമാണ് എല്ലാ ചികിത്സകളും. അപ്പൊ അപ്രോപ്രിയേറ്റ് മെഡിക്കൽ കെയർ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരു തുലനമാണ്. എപ്പോഴാണ് ഗുണം കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ആ ചികിത്സ ചെയ്യണം. The moment it turns out to be a risky or burdensome, നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് അപ്രോപ്രിയേറ്റ് മെഡിക്കൽ കെയർ. അപ്പോ ഈ ഒരു പർട്ടിക്കുലർ ചികിത്സ ഈ മനുഷ്യന് ഒരു ഗുണം ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഉറപ്പായാൽ അതിന്റെ മറുവശം എന്താണ്? തീർച്ചയായിട്ടും കുറെ ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരു രോഗിക്ക് പ്രത്യേകിച്ച് എന്റെ ലൈഫില് ഒരു ഗുണം ഉണ്ടാക്കാത്ത, അതേസമയം ദോഷം മാത്രം തരുന്ന ഒരു ചികിത്സ കൊടുക്കാതിരിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ഇല്ല. അതുകൊണ്ടാണ് ലിമിറ്റിംഗ് ഫ്യൂട്ടൈൽ ട്രീറ്റ്മെന്റ് എന്നത് ആവശ്യമാണെന്നുള്ളത്. കാരണം അതിന് വേറെ നീക്കുപോക്കൊന്നുമില്ല. There is a moral obligation for limiting futile treatment. പക്ഷേ അങ്ങനെ എളുപ്പം പറഞ്ഞാലൊന്നും ശരിയാണ്. കാരണം ഈ ഒരു ഏരിയയെ കുറിച്ചുള്ള നമ്മുടെ ഒരു ലീഗൽ എന്താ പറയുക നിയമപരമായിട്ടുള്ള
ഇത് വേണ്ടാത്ത ഉച്ചരിക്കപ്പെട്ടിട്ടില്ല. ഒരു ലീഗൽ ഗൈഡ് ലൈൻ നമുക്ക് വാസ്തവത്തിലില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് കാരണം തന്നെ ഡോക്ടർമാരും രോഗികളും ഒരേമാതിരി കഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു ഡിഫൻസീവ് മെഡിസിൻ എന്നുള്ളതിലേക്ക് പരമാവധി ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഡോക്ടർമാർക്ക് നമ്മൾ ഒരു ഖ്യാതി കൊടുത്തിട്ടുണ്ട് അല്ലെ? വാട്സാപ്പ് മെസ്സേജൊക്കെ കാണാം. ഈ വൃദ്ധജനങ്ങളെ അനാവശ്യമായി ICUവിൽ കിടത്തി വെന്റിലേറ്റ് ചെയ്ത് പണം കുഴിക്കുന്ന രാക്ഷസന്മാരാണ് ഇവർ എന്നൊക്കെ പറഞ്ഞു അല്ലെ? ഇനി അഥവാ ഒരു ഡോക്ടർ അത്തരം കാര്യങ്ങൾ വേണ്ട, ഒരു കംഫർട്ട് കെയർ മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കിടത്തി കഴിഞ്ഞാണ് മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആള് അപ്പോഴും ബ്ലെയിം ചെയ്യപ്പെടാം. ഇയാളെ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് എൻ്റെ രോഗിയെ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ എങ്ങനെ കള്ളത്തെ പറയാൻ കള്ളത്തെട്ടിൽ ഇയാളെ കൂട്ടി നിൽക്കണമെന്ന മാതിരി ഇൻസിസ്റ്റ് ചെയ്യും കൂടെ ചെയ്യുമ്പോൾ അതാണ് അതിനെ ടോർച്ചർ ചെയ്തത് ഏറ്റവും കൂടുതൽ. ഇത് കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ അതുൽ ഗുവാണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. ഈ ബീയിങ് മോട്ടർ എന്നുള്ള ബുക്ക് നല്ലൊരു പുസ്തകമാണ്. ബീയിങ് മോട്ടർ. We did little better than even in his primitive 19th century doctors. Words actually given the new forms of physical torture we would inflict on our patients. It is enough to wonder who are the primitive ones. നമ്മളാണോ അതോ 19th century റഷ്യയിലുണ്ടായിരുന്ന ആ ഡോക്ടർമാർക്ക് ആരാണ് പ്രിമിറ്റീവ്? കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോ നമ്മുടെ ഒരുപാട് ടോർച്ചർ ഡിവൈസസ് ഉണ്ട്. അപ്പൊ നമ്മുടെ പേഷ്യൻസിനെ ഇൻഫെക്ട് ചെയ്യുന്ന ടോർച്ചർ എത്രത്തോളം എന്ന് വെച്ചാൽ അന്നത്തെക്കാളും രൂക്ഷമാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഒരു ദിനാൻ കൾച്ചറിന്റെ ഒരു ഭാഗമാണ് പറഞ്ഞത്. ഇപ്പൊ ഇതിന്ന് ആരും രക്ഷപ്പെടുന്നില്ല. സുപ്രീം കോടതി ജഡ്ജിമാരാണ് ഒരു കാര്യമില്ല. അവർക്ക് ഒരുപാട് വിവരമുണ്ട്, ഒരുപാട് ഇഷ്ടമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർ ഈ ദിനാൻ കൾച്ചറിൽ രക്ഷപ്പെടാൻ അതിന്റെ റിഫ്ലക്ഷൻസ് ആണ് നമുക്ക് കാണാൻ പോകുന്നത്. ഇതിന്റെ ഈ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ പ്രലോഗിന് അവർ പറയുന്നുണ്ട്, therefore the heart of matter is whether the law permits for accelerating the process of dying and suffering when life is on the path of inevitable decay, and if so, at what stage and to what extent. The third issue warrants delineation from various perspectives. ഇതാണ് ആക്സിലറേറ്റിംഗ് ദ പ്രോസസ് ഓഫ് ഡെത്ത്. ഇത് ആ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് പറ്റുന്ന അതാണ്. നമ്മൾ ഈ ആക്സിലറേറ്റിംഗ് ദ പ്രോസസ് ഓഫ് ഡെത്ത് നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നത് ഈ accelerating the process of dying and avoiding the unnecessary prolongation of dying process രണ്ടും വളരെ ഡിഫറെന്റ് ആണ്. സബ്റ്റിൽ ഡിഫറൻസ് ആണ്, ബട്ട് സിഗ്നിഫിക്കന്റ്. ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. ആക്സിലറേറ്റിംഗ് ദ പ്രോസസ് ഓഫ് ഡൈയിങ് എന്ന് പറഞ്ഞാൽ that comes in the purview of euthanasia. കാരണം നമ്മൾ ഡെത്ത് ഇന്റന്റ് ചെയ്തുകൊണ്ടൊരു കാര്യം മുന്നോട്ട് പോകുന്നുണ്ട്. നേരെ മറിച്ച് അവോയ്ഡിങ് ദ അൺനെസറി പ്രൊലോങ്ങേഷൻ ഓഫ് ദ ഡൈയിങ് പ്രോസസ് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഈ രോഗി കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതും euthanasia യാതൊരു ബന്ധമില്ല. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഒരു ഡെത്ത് ആക്സെപ്റ്റിംഗ് ഒരു കൾച്ചർ കാണാം. ഈ അരുണാഷൻബാഗിന്റെ ഇഷ്യൂലാണ് ഈ യൂത്തനേസിയെ കുറിച്ചുള്ള കാര്യങ്ങളുടെ ചർച്ച ഉണ്ടായത് സുപ്രീം കോടതി. അരുണാഷൻബാഗിന്റെ ഇഷ്യൂ ഒക്കെ അല്ല, നമുക്കറിയുണ്ടാവും. PAM ഹോസ്പിറ്റലിന്റെ സ്റ്റാഫ് നേഴ്സ് ആയിരുന്നവര് അവരുടെ അവിടെ ഒരു എന്താണ് നായ കുത്തലാകുന്നതൊക്കെ നാളെ അവരെ കഴുത്ത് നോക്കി ഫോളോ ചെയ്യുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഹൈപ്പോക്സിക് ബ്രെയിൻ ഡാമേജ് ഉണ്ടായി. അങ്ങനെ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ അവരവിടെ അവിടുത്തെ നഴ്സുമാർ പരിപാടി ചെയ്തു. കാരണം അവര് വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ചു ഇങ്ങനെയുള്ള ഒരു ഗാർഡ് ഇൻഷുറൻസ് അവർ വിളിച്ച്. പക്ഷെ അവിടെ സ്റ്റാഫ് നഴ്സുമാർ ഇവരുടെ കൊലീഗ്സൊക്കെ അവരെ നമ്മൾ പൊന്നുപോലെ നോക്കുക എന്ന് പറഞ്ഞില്ലേ, എന്നാ മാതിരി അവര് അവിടെ പരിപാലിച്ചു. ഇങ്ങനെ അവർ അൺകോൺഷ്യസ് ആയിട്ട് പറയാൻ വയ്യ, 35 years 40 years അടുത്തുണ്ട്. അത്രയും കാലം അവർ അവിടെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ നഴ്സിംഗ് സ്റ്റുഡൻസ് ഒക്കെ ഈ ഇവരുടെ പരിചരണത്തിൽ കൂടെ കടന്നു വന്നിട്ടുണ്ട്.
ഇനി കെയറിങ് എന്താണെന്നുള്ള പഠിപ്പിച്ചു കുറെ ജനറേഷൻ നഴ്സുമാരെ. അപ്പൊ അവരിങ്ങനെ നിശ്ചേതനായിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പിങ്കി വിരാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. അവരാണ് ഇഷ്യൂ ടൈപ്പ് ഇന്ത്യൻ സുപ്രീം കോടതി ഇവർക്ക് യൂത്തനേഷ്യ കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോഴാണ് യൂത്തനേഷ്യ എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ നമ്മുടെ ഒരു ലോ സർക്കിളിൽ ഒരു ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണ് സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ആലോചിച്ചതിന് ശേഷം അവർക്ക് തീരുമാനിച്ചത് ഇവരെങ്ങനെ എന്താണ് അവരുടെ മരിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാൻ എന്തായാലും പാടില്ല, നമ്മുടെ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻസ് നമുക്ക് ഒഴിവാക്കാം. ഫുഡ് ആൻഡ് ഫ്ലൂയിഡ്സിനെ അവർ ഒഴിവാക്കാൻ പറഞ്ഞില്ല, കാരണം അത് വെറും ഒരു മെഡിക്കൽ കാര്യം മാത്രമല്ല, അതുപോലെ നമ്മുടെ സോഷ്യൽ ഇമോഷണൽ ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ മെഡിക്കൽ ഇന്റർവെൻഷൻസ് ഒഴിവാക്കാം എന്നുള്ളത്. പക്ഷെ ഇതിനാണ് അവർ പാസീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞത്. പാസീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ജസ്റ്റ് അപ്രോപ്രിയേറ്റ് മെഡിക്കൽ കെയർ. ഒരു കെയർ കൊടുക്കുന്നുണ്ട്, ആ കെയർ ഗുണമാണോ ദോഷമാണോ കൂടുതലുണ്ടാക്കുന്നത് അത് മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മൾ അതിൽ വെച്ച് പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളത്. അതിന് പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുക. അപ്പൊ പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ഡെത്ത് ആക്സെപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംസ്കാരം ഇല്ലാത്ത ബന്ധങ്ങളിലേക്കും ഡെത്തിനെ ഒരിക്കലും നമുക്ക് വ്യക്തം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നതും ഒരു മഹാഭാവമാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുന്നുണ്ട്. അത് കാരണം എന്ത് സംഭവിക്കും ഒരു പറഞ്ഞുണ്ട്. അത് സുപ്രീം കോടതി ജഡ്ജിമാരാണ്. അവര് ന്യായീകരിക്കാൻ ശ്രമിക്കുക, അനാവശ്യമായിട്ട് അപ്പോളജിറ്റിക് ആവുകയാണ് ചെയ്യുന്നത്. ഒരു പറയുന്നതാണ് the doctors are not actively killing anyone. Euthanasia, passive euthanasia never justify anything. Doctors are not actively killing anyone. They are simply not saving him. They are not simply saving. Either killing or not saving. Natural death എന്ന ഒരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കാനേ പറ്റുന്നു. Either killing or not saving. വല്ലാത്തൊരു അവസ്ഥയാണ്. എന്തുകൊണ്ട് ഒരാൾക്ക് മരിക്കാൻ അവകാശമില്ല മനുഷ്യന്. സ്വാഭാവികമായിട്ട് മരിക്കില്ല മനുഷ്യന്മാർ. ഒന്നുകിൽ കില്ല് ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്യാൻ മരിക്കുക, ഇങ്ങനെ മാത്രം. ഇതാണ് അവർ പറഞ്ഞതിന്റെ ഒരു കാര്യം. അതേമാതിരി പിന്നെയും പറയാണ്, while we usually applaud someone for saving another person's life, we do not normally condemn someone for failing to do. നമ്മൾ ഒരാളുടെ ജീവൻ രക്ഷിച്ചതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരാളുടെ ജീവൻ രക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കണ്ടം ചെയ്യാറുണ്ടോ? നമ്മുടെ ഒരു മോറൽ ഇൻക്യൂഷനെതിരായിട്ടുള്ള ഒരു ഇതാണ്. പ്രത്യേകിച്ച് നമ്മൾ ആലോചിച്ചത് ഇതൊരു മെഡിക്കൽ കെയറിന്റെ ഒരു പശ്ചാത്തലത്തിനാണ് പറഞ്ഞത്. നമുക്ക് സേവ് ചെയ്യാവുന്ന തെറ്റ് ചെയ്യുന്നില്ലേ വാസ്തവത്തിൽ നമ്മൾ ഇവിടെ സേവ് ചെയ്യുന്നില്ല എന്ന് പറയാൻ വയ്യ. എന്താ പറയുക, doctors are saving the patient of the unwanted side effects of the futile treatment. അവിടെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. You cannot prosecute someone for failing to save a life. അത് നമ്മുടെ മോറൽ ഇൻക്യൂഷൻ ചേരുന്നതല്ല. ലൈഫ് സേവ് ചെയ്തില്ല എന്നത് പണിഷപ്പെടാന്ന് നമുക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഒരു ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. അപ്പൊ ഇതിന്റെയൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു മോശം കാര്യമാണ് ചെയ്യുന്നത്. സോ മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ ബാഡ് ജോബ്. കാരണം ഡെത്ത് ഒരു നല്ല കാര്യമില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യം എന്തോ അതൊരു മോശം കാര്യമാണ്. ഓക്കെ, മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ ബാഡ് ജോബ്. നമുക്ക് അതിന് എല്ലാം ഉണ്ട്. മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് എ ഗുഡ് ജോബ് എന്നാണ് പറയുന്നത്. കാരണം ഈ ഇത്തരം മരണം എന്നുള്ളൊരു സ്വാഭാവികമായിട്ടൊരു കാര്യമാണെന്ന് ആ സമയത്ത് അത് എത്രത്തോളം കംഫർട്ടബിൾ ആക്കാൻ കഴിയും, ഡിഗ്നിഫൈഡ് ആക്കാൻ കഴിയുന്നുണ്ട്. അത് നല്ലൊരു ഗുഡ് ജോബാണത്. ആൻഡ് മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് എ ഗുഡ് ജോബ്. ആ നിലയ്ക്ക് ആ പോകണം എന്ന് വിചാരിച്ചാൽ, ആ നിലയ്ക്ക് അന്വേഷിക്കണം എന്ന് വിചാരിച്ചാൽ ഒരു ഡെത്ത് ആക്സെപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ്. അതാണ് എസെൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇൻ യൂത്തനേഷ്യ you intend the death of the patient. Whereas in limiting fetal treatment, you do not intend the death of the patient. നമ്മൾ ആകെ ഇന്റൻഡ് ചെയ്യുന്നത് ഈ ഫ്യൂട്ടൈൽ ട്രീറ്റ്മെന്റ് ഉണ്ടാക്കുന്ന
ബേർഡൻസ് ഒഴിവാക്കുക എന്നുള്ള മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പേഷ്യന്റ് മരിക്കും, സ്വാഭാവികമായിട്ടും മരിക്കുന്നത് നമ്മുടെ ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടോ കൊടുക്കാതെ ഇരുന്നോണ്ടോ അല്ല, കാരണം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പേഷ്യന്റ് മരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പേഷ്യന്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പത്തോളജിയുടെ അനിവാര്യമായ പരിണിതപരമായിട്ടാണ് പേഷ്യന്റ് മരിക്കുന്നത്. അപ്പോൾ നേരെ മറിച്ച് യൂത്തനേഷ്യ അങ്ങനെയല്ല. യു ആർ ഇന്റൻഡിങ് ദ ഡെത്ത് ഓഫ് ദ പേഷ്യന്റ് ആൻഡ് യു ആർ ഡൂയിങ് സംതിങ് ടു കോസ് ദ ഡെത്ത് ഓഫ് ദ പേഷ്യന്റ്. ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരാള് ഡിസ്ട്രസ് ഒരു കണക്കിന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. വി ക്യാൻ സെഡേറ്റ് ദ പേഷ്യന്റ്. നമുക്ക് വേണമെങ്കിൽ അയാളെ ഉറക്കി കിടത്താം, മരണം വരെ വേണമെങ്കിൽ നമുക്ക് ഉറക്കി കിടത്താം. അതിനെ നമുക്ക് യൂത്തനേഷ്യ എന്ന് പറയാൻ പറ്റില്ല. കാരണം വി ആർ നോട്ട് ഇന്റൻഡിങ് ദ ഡെത്ത് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റ് മരിക്കേണ്ട സമയമാകുമ്പോൾ മരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ആ വ്യത്യാസം നമുക്ക് നല്ലോണം മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് പറയുന്നത്. Ethical dimension of palliative care teaches us that inter-life care discussion should be applied against the background of respect for life and acceptance of the ultimate individuality of death. This is part of life. Okay, thank you. Thank you.